നമസ്കാരം, ന്യൂസ് സർവീസിലേക്ക് സ്വാഗതം. കെ.ടി. ജലീലിന്റെ ശബരിമല സന്ദർശനവും അതിനെ തുടർന്നുണ്ടായ പിന്നീട് നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങളുമാണ് ഇന്ന് ന്യൂസ് സർവീസ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദത്തിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഇന്ന് ന്യൂസ് സർവീസ് അന്വേഷിക്കുന്നത്. കെ.ടി. ജലീലിന്റെ ശബരിമല സന്ദർശനം മന്ത്രിക്കൊപ്പമായിരുന്നു കെ.ടി. ജലീൽ ശബരിമലയിൽ സന്ദർശിച്ചത്. 2 ദിവസം മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രങ്ങളോടൊപ്പം അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇന്നിപ്പോൾ BJP ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇതിന്റെ വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ജലീലിനെതിരെ ഉയർത്തിയപ്പോൾ അതിന് മറുപടിയുമായി ജലീലും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ വിഷയം നേരിടുന്ന വിവാദപരമായ ഒരു സാഹചര്യം, അതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരാൻ തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഒപ്പം തന്നെ ഫക്രുദ്ദീൻ എന്നിവർ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ശ്രീ രാഹുൽ ഈശ്വർ ജോയിൻ ചെയ്യുന്നുണ്ട്. SK സജേഷ് കാലിക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ശ്രീ വിശ്വഭദ്രാനന്ദ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്നും ചർച്ചയിൽ പങ്കുചേരും. ഈ വിഷയത്തിലേക്ക് എത്താം. ചർച്ചയിലേക്ക് വരികയാണ്. ഏതായാലും ഇന്ന് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ശബരിമല സന്ദർശനത്തെ പിക്നിക് സ്പോട്ട് ആക്കിയിരിക്കുകയാണ് ചിലർ. അങ്ങനെ ആക്കരുത് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. എന്നാൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഇഷ്ടപ്പെടാത്തവർ ആണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു കെ.ടി. ജലീലിന്റെ മറുപടി. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ശ്രീ പത്മകുമാർ, സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയം ഇതാണ്. പലരും ശബരിമലയിൽ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബാക്കി പല അമ്പലങ്ങളുടെയും കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെയല്ല ശബരിമലയിൽ ആർക്കും പോവാം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു മിനിസ്റ്റർക്കെതിരെ ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ജലീലിന്റെ ശബരിമല സന്ദർശനത്തിൽ എന്താണ് പ്രശ്നം? ശബരിമലയിൽ ദർശനമായി വരും നമ്മൾ ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ മിനിസ്റ്റർ എന്നുള്ളത് അപ്രസക്തമാണ്. ജലീൽ എന്നുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജലീൽ പോകുന്നതിന് ആർക്ക് എതിർപ്പില്ല. ജലീലിന് പോകാൻ വേണമെങ്കിൽ കാറൽ മാർക്സ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പോലും ശബരിമലയിൽ പോണതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഓരോ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ടത്, പാലിക്കേണ്ടത് മിനിസ്റ്ററായാലും ശരി, താഴെത്തട്ടെ അല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പറായാലും ശരി, എല്ലായാലും അത് പാലിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് അതിനാണ് വി മുരളീധരൻ പറഞ്ഞത് ടൂറിസ്റ്റ് സ്പോട്ടാക്കി ആ രീതിയിൽ കുറച്ച് കാണണ്ട എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം അജ്മീർ ദർഗ, അവിടെ അന്യമതസ്ഥർക്ക് പോകാനുള്ള അവസരമുണ്ട്. അവിടെ ചെന്നാൽ നമ്മളല്ല അവിടുത്തെ ആചാരം അനുസരിച്ച് തലയിൽ ടൗലൊക്കെ ഇട്ടിട്ട് അത് പോയിട്ട് വരും. നമ്മുടെ സുവർണക്ഷേത്രത്തിൽ പോയാലും അവിടെ ഈ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് തന്നെ പോയിട്ട്. ശബരിമലയെ സംബന്ധിച്ച് വർഷങ്ങളായുള്ള ആചാരമുണ്ട്. വ്രതമെടുത്ത് അവിടെ മാല ധരിച്ച് അയ്യപ്പൻ്റെ മുദ്ര ധരിച്ച് അവിടെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ അത് പാലിച്ചിട്ടില്ല എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാകും. കാരണം ടൂറിസ്റ്റ് പോകുന്നത് പോലെ. അപ്പോൾ അത് വളരെ കാലം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വ്രതമെടുത്ത് അവിടെ മല ചവിട്ടി അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വേദന ഉണ്ടാക്കും. ആ ആചാരം ഇപ്പോഴും അങ്ങനെയുള്ള ആചാരങ്ങൾ അത്രയും ശക്തമാണ്. 40 ദിവസത്തെ വ്രതം, ആ വിധത്തിലൊക്കെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും വിശ്വാസികൾ എടുക്കുന്നുണ്ടോ? ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഒരു വിശ്വാസം. മാലയിട്ടാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്. ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രത്യേകിച്ച് അവിടുത്തെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡല്ല, അല്ലെങ്കിൽ അവിടുത്തെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടല്ല. അപ്പോൾ അത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതിലൊരു ദുരുദ്ദേശമുണ്ട്. തീർത്ഥാടനമല്ലാതെ ഒരു ഔദ്യോഗിക സന്ദർശനമായി തന്നെ പോകുമ്പോഴും ഇങ്ങനെ തന്നെ വേണം. അല്ല, ഇത് ഔദ്യോഗിക സന്ദർശനമല്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികം എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ദേവസ്വം മിനിസ്റ്റർ അല്ല. അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിൽ അദ്ദേഹം പോയ നല്ല കാര്യം, അതിൽ ആർക്കും വിരോധമില്ല, ആർക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കേണ്ടതായിരുന്നു. ഒരു ടൂറിസ്റ്റ് പോകുന്നത് പോലെ പോയാൽ ആ ശബരിമലയിൽ ഇന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ഒരു മഹത്വത്തെ വില കുറച്ച് കാണിക്കാൻ അതിന് CPMൻ്റെ ഒരു ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം. അല്ലെങ്കിൽ അതാണ് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ തിരികെ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോഴത്തെ ഈ ഒരു വിവാദങ്ങളോടെ എങ്ങനെയാണ് ഈ ഒരു വിവാദങ്ങളുടെ ശ്രീ പത്മകുമാർ പറഞ്ഞതുകൂടിയൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ശബരിമല മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്.
അവിടെ വാവരസ്വാമി അടക്കമുള്ള പ്രതീകങ്ങളുണ്ട്. കേരളത്തിൻ്റെ ബഹുസ്വരതയുടെ എല്ലാ ജാതീയതയുടെയും വലിയൊരു എല്ലാ ജാതികളും എല്ലാ മതങ്ങളും കലാകാലങ്ങളായി ശബരിമല സന്ദർശിക്കാറുണ്ട്. ഇതിനെ ഒരു രാഷ്ട്രീയപരമായോ വർഗീയപരമായോ കാണുന്നതിനപ്പുറം പലപ്പോഴും ഹിന്ദു സമൂഹത്തിന് മനസ്സിൽ ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ട്, പേടികളുണ്ട്. 1950കളിൽ ശബരിമല തീ വെച്ചപ്പോൾ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ തിരുക്കൊച്ചിയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിലപാടുകളുടെ വേദന, ചരിത്രത്തിൽ അമ്പലങ്ങളുടെ അവഗണന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഞാനൊരു RSSകാരനല്ല, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും RSSൻ്റെ വളർച്ച ഉള്ളതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൻ്റെ കുറേയൊക്കെ തകർച്ചയ്ക്ക് അവർ ഒരു പ്രതിവിധി കണ്ടെത്തിയത്. ആ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ അഭിപ്രായം സ്വീകരിക്കുന്നതിനോട് എതിർപ്പില്ല. പക്ഷേ ജലീൽ മന്ത്രിയുടെ സന്ദർശനത്തിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് പോയത്. പണ്ട് സിമി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം ഇന്നത് മാറിക്കൂടാ എന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിനെ ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു വിവാദവൽക്കരിക്കുകയോ രാഷ്ട്രീയവൽക്കരിക്കുകയോ ചെയ്യേണ്ട. ഇത് എല്ലാവരും ശബരിമല വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം വന്നു, മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ശബരിമല എന്ന രീതിയിൽ കാണുന്നതായിരിക്കും ഉചിതം. ഞാൻ തിരികെ എത്താം. ശ്രീ വിശ്വഭദ്രാനന്ദ സ്വാമി, ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെടുത്തി നമുക്കറിയാം പല വിഷയങ്ങളിൽ ഈ വിധത്തിലുള്ള വിവാദങ്ങൾ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്പലം ഒരുപക്ഷെ ശബരിമലയായിരിക്കും. ഇത്തരം വിവാദങ്ങൾക്ക് വളരെ എളുപ്പം സാധ്യമായ ഒരു പ്രദേശം എന്ന രീതിയിൽ കൂടിയായിരിക്കും ഈ ഒരു വിവാദം. ഈ ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമാണോ? തീർച്ചയായിട്ടും ഈ ഒരു വിവാദം അപ്രസക്തമാണ്. ഇതിലെ തൽപരകക്ഷികൾ ഇട്ടുതരുന്ന ചൂണ്ടയിൽ നമ്മൾ കുടുങ്ങരുത് എന്നാണ് എനിക്ക് വളരെ അവഗണിക്കേണ്ട ഒരു പോസ്റ്റാണ് മുരളീധരൻ്റെ. മുരളീധരൻ എന്ന് പറയുന്നത് ഇവിടുത്തെ തരക്കേടില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് മാത്രമാണ്. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. അത് ഇത്ര വലിയ ചർച്ചയാക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്, അവഗണിക്കേണ്ട ഒരു വിഷയമാണിത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ചർച്ചയായ നിലയ്ക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ JR പത്മകുമാർ പറയേണ്ടായി ഈ അവിടെ ശബരിമലയിൽ വ്രതമെടുത്തിട്ടേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ. ശബരിമലയിലത്തെ അങ്ങേരെ അവിടെ ശബരിമലയിൽ പോകാറുള്ള ആളാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പക്ഷേ 10-18 വർഷമായിട്ട് അവിടെ പോകുന്ന ആളാണ്. ഒരു വർഷത്തിൽ തന്നെ 3-4 തവണ പോകുന്ന ആളാണ്. അവിടുത്തെ മേൽശാന്തിമാരും അല്ലാത്തവരും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഇവർ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്രതമെടുത്തവർക്ക് കയറണമെങ്കിൽ 18-ാം പടി കയറിയിട്ട് അങ്ങോട്ട് ചെല്ലാം. അല്ലാത്തവർക്ക് അല്ലാത്ത വഴിയുണ്ട്, അതിൽ കൂടെ പോകാം, ആർക്കും പോകാം. എന്താ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയിക്കൂടെ? ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടി അങ്ങോട്ട് പോകരുത് എന്നുള്ളതിന് എന്താ വിലക്ക്? അങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും വരാറുണ്ട്, എൻ്റെ കൂടെ തന്നെ വരാറുണ്ട്, പലരും പോകാറുണ്ട്. അവർ ഈ നിരീശ്വരവാദികളുണ്ട്. ഇതെന്താണെന്ന് കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒന്നും പാടില്ല. ശബരിമലയ്ക്ക് എന്താ പറയുക, വ്രതം എടുത്തവർ, ഈ വ്രതം എടുത്തു എന്ന് പറയുന്ന ആളുകൾ തന്നെ വ്രതം എടുത്തു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ ഇന്ന് മാലയിട്ടിട്ട് നാളെ ശബരിമലയ്ക്ക് പോയി മറ്റന്നാൾ പമ്പയിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്, സ്വാമി ഈ മാലയിട്ട സ്ഥലത്ത് നിന്ന് തന്നെ മാല ഊരണമെന്നുണ്ടോ? എന്താ കാരണം? അവർക്ക് കാഞ്ഞിരപ്പള്ളി എത്തുമ്പോഴേക്കും സ്വല്പം കഴിക്കണം. എന്ത് കഴിക്കണം? മലയാളികളുടെ പ്രിയപ്പെട്ട ദേശീയപാനീയമായി കഴിഞ്ഞ എന്താണോ ഉള്ളത് അത്. അപ്പോൾ അതിന് മാലയിട്ടിട്ട് കഴിക്കാൻ ധൈര്യമില്ല. അപ്പോൾ അത് മാല പമ്പയിൽ വെച്ച് തന്നെ ഊരിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഇവിടെ വ്രതമെടുത്ത് പോകുന്നു എന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നവർ തന്നെ കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ നിലയിലൊന്നും ഇതിനെ വിമർശിക്കുന്നത് വളരെ അല്പത്തരമാണ്. രാഷ്ട്രീയ വിവേകത്തിൻ്റെയും മാനവിക വിവേകത്തിൻ്റെയും ഇല്ലായ്മയാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ സജീഷ്, ഇവിടെ ശ്രീ പത്മകുമാറും ആവർത്തിച്ച് പറയുകയുണ്ടായി ഒരു മതേതര മുഖം ശബരിമലയ്ക്കുണ്ട്, അതുകൊണ്ട് തന്നെ ജലീൽ അവിടെ പോയതിൽ തെറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സന്ദർശനം, പ്രത്യേകിച്ച് ശബരിമലയിലെ അവിടെ ചെല്ലേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള ഈ ഒരു സന്ദർശനം, അതിനു പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട് എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒരു മന്ത്രി എന്നുള്ള നിലയിൽ
ബഹുമാനായ KT ജലീൽ ശബരിമലയിൽ സന്ദർശിക്കുമ്പോൾ വിശ്വാസികളുടെ സൗകര്യമൊരുക്കാനും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കാനുമുള്ള സതുദ്ദേശപരമായ നിലപാടിൻ്റെ ഭാഗമായി മതനിരപേക്ഷതയ്ക്ക് വലിയ പ്രതീകമായി കൊണ്ടാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. അത് വിശ്വാസ സമൂഹത്തിന് വലിയ അംഗീകാരം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നതിനും ഇടയായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെയും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും മതനിരപേക്ഷത നിലനിന്ന് കാണാൻ ആഗ്രഹിക്കാത്തവർ അതിൽ വല്ലാതെ ആശങ്കപ്പെടുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. സാധാരണഗതിയിൽ ഭരണാധികാരികളായ ആളുകൾ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ലോകരാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴെല്ലാം തന്നെ തനിക്ക് മതനിരപേക്ഷമായ ഒരു മുഖമുണ്ട് എന്ന് കാണിക്കാൻ എല്ലാം ആരാധനാലയങ്ങളിലും പോകാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് സയാദ് ഗ്രാൻഡ് മൗസ്കിൽ നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇതെല്ലാം നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം അവിടുന്ന് സെൽഫി എടുക്കുന്ന ചിത്രം വരെ നമുക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ അത് പിക്നിക് സ്പോട്ടായിട്ട് നരേന്ദ്രമോദി കാണുകയാണോ? ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് വിശ്വാസികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാനും ഉറപ്പുവരുത്താനും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനുമുള്ള കടമ ഒരു ഭരണാധികാരിക്കുണ്ട്. ആ കടമയാണ് നിർവഹിക്കുന്നത്. ഇത്തരത്തിൽ പലരായ വ്യക്തിത്വങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. നേരത്തെ സഖാവ് നായനാർ വത്തിക്കാൻ സന്ദർശിച്ചിരുന്നു. സഖാവ് പിണറായി വിജയൻ സഖാവ് ഉൾപ്പെടെയുള്ള സഖാക്കൾ വത്തിക്കാൻ സന്ദർശിച്ചിരുന്നു. അവിടെ നിന്ന് പോപ്പിന് നായനാർ സമ്മാനിച്ചത് ഭഗവത്ഗീതയാണ്. അവിടെയാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വിവാദമാക്കേണ്ട വിഷയമല്ല. പക്ഷെ അത് കുറച്ച് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ചർച്ചകളിലേക്കോ കാര്യങ്ങൾ കൊണ്ടുവരാനെങ്കിലും വി മുരളീധരന് കഴിഞ്ഞു എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. അതിനെ അതൊരു വി മുരളീധരൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ ഒരു ചെറിയ അഭിപ്രായമായി കണക്കാക്കിയാൽ മതിയോ? പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ അത് ആ സെൻറ്റൻസേ തന്നെ അങ്ങനെയാണ്. മുൻ സിമി പ്രവർത്തകനായിരുന്ന ജലീലിന് അവിടെ പോയി അല്ലെങ്കിൽ പെട്ടെന്നൊരു മതേതര മുഖമുണ്ടായത് വിശ്വസിക്കാനാവില്ല എന്ന് തുടങ്ങുന്നതാണ് ജലീലിനെ കുറിച്ചുള്ള പരാമർശം. അല്ല, ഇതിൽ പപ്പൻചേട്ടൻ പറഞ്ഞ പോലെ ജലീലിൻ്റെ പോക്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിൽ മുൻ സിമി പ്രവർത്തകൻ, അങ്ങനെ മുൻ മുസ്ലിം ലീഗ് പ്രവർത്തകൻ തന്നൂടെ, നമ്മൾ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ച് ഇടതുപക്ഷത്തോട് വരുന്നതിന് മുമ്പ് അദ്ദേഹം ലീഗിൻ്റെ ഒരു സമന്വയ നേതാവ്, യുവ നേതാക്കന്മാരുടെ പ്രമുഖനായിരുന്നു, നല്ല അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പറയാമായിരുന്നു. അതല്ല, സിമി എന്ന് മാത്രം ഓൾറെഡി സിമിക്കാർ ജയിലിൽ ചാടുകയും സിമിക്കാർ വല്ല ഭീകരവാദ പ്രസ്ഥാനങ്ങളായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ വൈദ്യത്തെ കുഞ്ഞാട് തിരിച്ചു വരികയും അല്ലെങ്കിൽ കേരളത്തിലെ സെക്കുലർ മുസ്ലിംസിൻ്റെ ഇടയിലെ ഏറ്റവും നല്ല വിശ്വാസിയായിരിക്കുന്ന പള്ളിയിൽ പോകും, അതേസമയം ഏറ്റവും പ്രോഗ്രസീവ് സെക്കുലർ ആയിട്ടുള്ള വീക്ഷണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ സത്യത്തിൽ എനിക്കൊന്ന് മുരളീധരൻ, ഗുരുജി ഗോൾവൽക്കറിനൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചില ഫാസിസ്റ്റ് കാര്യങ്ങൾ എതിർക്കുമ്പോൾ ബഹുമാനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് സാംസ്കാരിക ദേശീയതയെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഇവരൊക്കെ ഒന്നുകൂടി വായിക്കുന്നത് നല്ലതാണ്. അതായത് പരമേശ്വരജിയെ പോലുള്ള ആളുകൾ നന്നായിട്ട് അറിയാതെ. അതിൽ ഗുരുജി ഗോൾവൽക്കർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മുസ്ലിമായി തുടർന്നോളൂ, നിങ്ങൾ ക്രിസ്ത്യാനി തുടർന്നോളൂ, പ്രശ്നമില്ല. നമ്മുടെ പൊതുവായിട്ടുള്ള സാംസ്കാരികമായ ചൈതന്യം, സത്ത, അതൊക്കെ അങ്ങ് ഉൾക്കൊണ്ട് പോയാൽ മതി. അത് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ആസസ് മുന്നോട്ട് വെക്കുന്ന പെർസ്പെക്റ്റീവ്. ഇതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനമുണ്ട്. പക്ഷേ എനിക്ക് പോസിറ്റീവായ കാര്യങ്ങൾ കാണാനാണ് ഇഷ്ടം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക കാണാനാണ് ഇഷ്ടം. അപ്പം ജലീൽ എന്നെപ്പോലെ കൂടിയല്ല. കാരണം ജലീൽ വളരെ നിഷ്ഠ പുലർത്തുന്ന മുസ്ലിമാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇപ്പം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിംസിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു പൊട്ടിത്തതുണ്ടാണ്. ഞാൻ അതാണ് പേടിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും പറയും, ഭാഗ്യത്തിന് അതിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത് കേരളത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു മാറ്റത്തെയാണ് കാണിക്കുക. കുറച്ചുകൂടി അവർ സെക്കുലർ ആവുന്നു. ഓൾറെഡി അവർ നമ്മുടെ ഒരു കൾച്ചർ, ഉത്തരേന്ത്യയിലെ മുസ്ലിംസിനെ പോലെ രണ്ട് രാജ്യം എന്ന് വന്ന് നിൽക്കുന്നവരല്ല. ഒരുപാട് കൾച്ചറലായിട്ടുള്ള വിനിമയങ്ങൾ പരസ്പരം, മാപ്പിള രാമായണം പോലുള്ള മുസ്ലിം വേർഷൻസ് വരെ രാമായണത്തിനുണ്ട്. ആ രീതിയിലൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നാവുന്നു. ഈ വെല്ലുവിളി നേരിടുന്ന IS-ൻ്റെ ഒക്കെ വെല്ലുവിളിയുള്ള കാലഘട്ടത്തിൽ കുറച്ചുകൂടി നമ്മുടെ സാംസ്കാരിക തനിമയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ വിശ്വാസം മുഖം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നു എന്നുള്ളതിന് നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കൊന്ന് ഒരു പക്ഷേ ഗുരുജി ഉണ്ടായിരുന്നെങ്കിൽ ഗുരുജി ഇതിനെ പോസിറ്റീവായി കാണുമായിരുന്നു. ഇപ്പോഴത്തെ പക്കാ രാഷ്ട്രീയത്തിൽ മുരളിക്ക് തന്നെ ഇവിടെ ഇലക്ഷൻ മത്സരിക്കണം, അങ്ങനെ പല ആവശ്യം ഉണ്ടാവും. ഇതിനെ പല സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഈ പാർട്ടി ഉണ്ടാക്കിയ ആളുകളൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് വലിയ ആളാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് മുരളീധരൻ്റെ സൗകര്യം, അതിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും മുരളീധരൻ ഈ പറയുന്നത്. അല്ല, ഞാനും കാണുന്നില്ല. നല്ല RSSകാർക്ക് ഈ അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അടിവരയിടുന്നു നല്ല RSSകാർ. ഞാൻ അതെല്ലാം വളരെ ചർച്ചയിലേക്ക് തിരികെ എത്താം.
ജലീലിന്റെ ശബരിമല സന്ദർശനം വിവാദമായിരിക്കുന്ന അല്ലെങ്കിൽ വിവാദമാക്കാൻ നടക്കുന്ന ഒരു ശ്രമം അല്ല, ആ വിധത്തിലുള്ള പരാതികൾ, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ പത്മകുമാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടു നിർത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഒരുപക്ഷെ BJP-യുടെ നിലപാടിനെ അല്ലെങ്കിൽ മുരളീധരന്റെ നിലപാടിനെ എതിർത്ത് പറയുന്നവർ സ്വാഭാവികമായും ജലീൽ പ്രതിനിധാനം ചെയ്യുന്ന മതത്തെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിലവിൽ പലപ്പോഴും BJP എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ വിധത്തിലൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു തീവ്ര ഹിന്ദു വികാരത്തെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും BJP-ക്ക് ഒരു തിരിച്ചടിയല്ല. അല്ല, ഇപ്പോൾ ജലീലിൻ്റെ മതത്തിനെ ആരും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. അത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയ കടകംപള്ളി സുരേന്ദ്രൻ്റെ എന്ന CPM നേതാവിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ഒരു മന്ത്രിയെ വിളിച്ച് കൊണ്ടുപോയി അവിടെ ടൂറിസ്റ്റ് കൊണ്ടുപോയ ആ നടപടിയിൽ അദ്ദേഹത്തിന് ദുരുദ്ദേശമുണ്ട് എന്ന കാര്യം മറിച്ച് ഇതിൽ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. കാരണം മുമ്പ് ജിഹാദി ഗ്രൂപ്പുകൾ ഏറ്റെടുത്തിരുന്ന ആ നയമാണ് ഇന്ന് CPM ഏറ്റെടുക്കുന്നത്. അതിന് രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, നമ്മുടെ ജിഹാദി ഗ്രൂപ്പുകൾ ഏറ്റെടുത്തിരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോട്ടക്കലിൽ നമ്മുടെ OV വിജയൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് അതിനെതിരായി എതിർത്ത ജിഹാദി ഗ്രൂപ്പുകളാണ്. അതേപോലെ തിരൂരിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ അതിനെ എതിർത്തവർ അതാണ്. തിരുവനന്തപുരത്ത് പ്രേമനസീറിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്തവരാണ്. ഇതേ ആളുകളാണ് അന്ന്, അവരല്ല ഇന്ന് ആ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ശ്രീശങ്കരൻ്റെ സ്ഥലത്ത് പ്രതിമ വയ്ക്കാൻ കാലടിയിൽ ശ്രീശങ്കര പ്രതിമ സ്ഥാപിക്കാൻ എടുത്തപ്പോൾ ജിഹാദി ഗ്രൂപ്പുകളല്ല എതിർക്കാൻ വന്നത്. അവിടെ വന്നത് SFIയും ASFും NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ. അതാണ് സംശയം പറഞ്ഞത്, അല്ലാതെ ജലീലിൻ്റെ മതത്തെക്കുറിച്ചല്ല. CPMൻ്റെ നിലപാട് അതിൽ പ്രധാന കാരണം ഇതാണ്. ഈ ഇപ്പോൾ നേരത്തെ സ്വാമി സൂചിപ്പിച്ച പോലെ വിശ്വസിക്കുക അങ്ങനെ എന്തോ ചെയ്തോട്ടെ, പക്ഷേ കുറേ ആളുകൾ വിശ്വസിക്കുന്നു അവിടെ വ്രതം നിന്ന് മാലയിട്ട് പോകണം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നൊരു രീതി കാണിച്ചു കൊടുക്കുക. അത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ. ഞാനൊന്ന് ചോദിക്കട്ടെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. നേരത്തെ സജീഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ മോഡി പോകുമ്പോൾ ഒരിടത്തും ആ ആരാധനാലയത്തിൻ്റെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടല്ല പോകുന്നത്. അവിടുത്തെ ആചാരത്തിന് വിധേയമായി തന്നെയാണ് പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ആചാരം തെറ്റിച്ച് ഇപ്പോൾ മക്കയിൽ ഇപ്പോൾ നമുക്ക് ഇത് നടക്കുമ്പോൾ പോകാൻ പറ്റുമോ? ഇതല്ല ഞാൻ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു കീഴ്വഴക്കങ്ങളുണ്ട്, നിയമങ്ങൾ ഞാനതിപ്പോൾ ഇവിടെ പറയാത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിൽ ഇത്രയും മതേതരത്വം പറയുന്നവർ വന്നിട്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഈ വലിയ മതേതരം 24 മണിക്കൂറും പറഞ്ഞ് മതേതരത്തിന് വിശകലനം ചെയ്യുന്ന പുസ്തകം തലയിൽ വെച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ ദേവസ്വം ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റിലെയും കോൺഗ്രസിലെയും എല്ലാ ഹിന്ദു MLA-മാർ. എന്താ അത് മാറ്റാത്തത്? അപ്പം നിലവിലൊരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പോട്ടെ. അല്ലപ്പോൾ ഇപ്പോൾ ജലീൽ ചെന്നതുകൊണ്ട് ഞങ്ങൾക്കാർക്കും വിരോധമില്ല. കാര്യം യേശുദാസ് പോയി അവിടെ അയ്യപ്പനെ കാണുന്നുണ്ടല്ലോ, പാടുന്നുണ്ടല്ലോ, ആരാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അദ്ദേഹം പോകുന്നതിൽ ആർക്കും എതിർപ്പില്ല. അപ്പോൾ അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ള അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മനോവേദന ഉണ്ടാക്കാത്ത രീതിയിൽ പോകണം. ഇതൊരു രാഷ്ട്രീയ താല്പര്യത്തിന്, മുതലെടുപ്പിന് വേണ്ടി, മതസൗഹാർദ്ദമെന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആവരുത്. വിശ്വാസി എന്നുള്ള നിലയിൽ അദ്ദേഹം പോകുന്നതിൽ ആർക്കും എതിരില്ല. അതിനൊരു തെറ്റിദ്ധാരണയും ആ കാര്യത്തിലില്ല. ശ്രീ രാഹുൽ ഈശ്വർ, അപ്പോൾ വിശ്വാസിയാണെങ്കിൽ പോകാം, അതിൽ തെറ്റില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണെങ്കിൽ പോകാം എന്നൊക്കെ തരത്തിലാണ് പറയുന്നത്. ഒരു പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മറ്റൊരു തലത്തിൽ നിന്നുകൂടി ഈ വിഷയങ്ങളെ നിരീക്ഷിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള നിരീക്ഷണം കൂടി ഞാൻ താങ്കളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ. അല്ല, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ. നമ്മുടെ നാട്ടിൽ പലപ്പോഴും രണ്ട് ദ്വന്ദ്ങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ മതേതരം അല്ലെങ്കിൽ വർഗീയം. ഒന്നെങ്കിൽ മതനിരപേക്ഷതയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ വർഗീയതയെക്കുറിച്ച് പറയും. ഇത് രണ്ടുമല്ലാതെ മതസൗഹാർദ്ദം, ഒരു പ്ലൂറലിസ്റ്റിക് സെക്കുലറിസം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്ന ഒരു കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിൽ എല്ലാ മതങ്ങൾക്കും സ്പേസ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം മതവിശ്വാസികൾക്ക് വിഗ്രഹാരാധന ഷിർക്കായതുകൊണ്ട് എരുമേലി പള്ളിക്കടുത്തെ അമ്പലത്തിൽ വാവരുസ്വാമിക്ക് നട വെച്ചപ്പോൾ ആ നടയിൽ ഒരു വിഗ്രഹം പോലും വെച്ചിട്ടില്ല. നമ്മുടെ പൂർവികർ അത്രമാത്രം മതസൗഹാർദ്ദത്തിലും ബഹുസ്വരതയിലും ഐക്യത്തിലും വിശ്വസിച്ചിരുന്നു. ശബരിമല ഒരു മതേതര ക്ഷേത്രമല്ല.
ശബരിമല ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് എന്ന് നമുക്ക് പറയാം. ഈ മതനിരപേക്ഷത, മതേതരത്വം എന്ന വാക്കുകളോട് ഇടതുപക്ഷക്കാർക്കുള്ള അന്ധമായ ഒരു ഫാസിനേഷനാണ് എല്ലാ കാര്യത്തിന്റെ ഇടയ്ക്ക് ഒരു മതേതരം കൂടി ഇരിക്കട്ടെ എന്ന് പറയുന്ന പ്രവണതയുള്ളത്. പക്ഷേ ഹൈന്ദവ സമൂഹത്തിൽ ഒരു ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പലവിധ ആശങ്കകളും സങ്കോചങ്ങളുമാണ് ഇത്തരം പല വാദങ്ങളിലൂടെയും പുറത്തു വരുന്നത്. അത്രമാത്രം ശബരിമലയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളും ശബരിമലയും സംരക്ഷിക്കാനാണ്. നമ്മുടെ ഗവൺമെന്റ്, എസ്പെഷ്യലി LDF ഗവൺമെന്റ് കുറെ കൂടി ഒരു അനുകൂലമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗികമായ അഡ്വക്കേറ്റിനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തരികയാണെങ്കിൽ വലിയ കാര്യമായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെയാണ് ശബരിമലയ്ക്ക് വേണ്ടി കുറെ കൂടെ ചെയ്യേണ്ടത്. ജലീൽ സാർ പോയതിന് ഒരു പ്രശ്നവുമില്ല. ജലീൽ സാർ മാത്രമല്ല, ഞാൻ പലപ്പോഴും നമ്മുടെ കൊടുങ്ങല്ലൂർ പള്ളിയിൽ പോകാറുണ്ട്, ചേരമൻ പള്ളി നമ്മുടെ അഭിമാനമാണ്. കഴിഞ്ഞ ദിവസം കൂടെ എരുമേലി വാവൂര് പള്ളി പോയിരുന്നു ശബരിമല സുപ്രീം കോടതി കേസിന് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ മതസൗഹാർദ്ദത്തെ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ കുറെ കൂടെ ആഴത്തിൽ ശബരിമലയുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് സുപ്രീം കോടതി കേസിലടക്കം സഹായിക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരുന്നു. മലയരന്മാരുടെ പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങളിൽ സജീവമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു കുറെ കൂടെ ശബരിമലയ്ക്ക് അനുകൂലം എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് അവസരം ഉപയോഗിക്കുന്നത്. യെസ്, ഞാൻ തിരികെ എത്താം. സ്വാമി വിശ്വഭദ്രാനന്ദ, ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് തീവ്ര വർഗീയ മുഖം, മറ്റൊന്ന് മതേതര മുഖം, ഇതിനിടയിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന് നിലപാടുകളുണ്ട്, അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഈ മുരളീധരന്റെ ഈ ഒരു കമന്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിൽ തുടർന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന അതിലെ കമന്റും മറ്റ് കാര്യങ്ങളും എന്ന് പറയുന്നത് സുപ്രധാനമായും ജലീൽ നിവേദ്യം മേടിക്കുന്ന പിക്ചർ എന്തുകൊണ്ടിട്ടില്ല, ഒപ്പം തന്നെ കടകംപള്ളി തൊഴുതുകൊണ്ട് നിൽക്കുന്ന പിക്ചർ എന്തുകൊണ്ടിട്ടില്ല എന്നതൊക്കെയാണ്. ഒരുപക്ഷെ ഇത്തരം വിവാദങ്ങളൊക്കെ ഈ ഒരു രണ്ട് തട്ടിന്റെ ഏത് ഭാഗത്തു നിന്നും ഉയരുന്നതാണ് സ്വാമി? അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വസ്തുതകൾക്ക് പ്രാധാന്യമില്ലാതെ വാക്കുകൾ വെച്ചിട്ട് കളിക്കലാണ്. ഇത് പറഞ്ഞാൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമല്ല എന്ന് ചരിത്രപരമായിട്ടൊന്ന് തെളിയിക്കാൻ പറ്റുമോ? മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും തമ്മിലൊരു ബന്ധമില്ല എന്ന് ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഗാന്ധി നല്ല മതസൗഹാർദ്ദവാദിയായിരുന്നു, പക്ഷെ അദ്ദേഹം അതേപോലെ മതനിരപേക്ഷവാദിയും ആയിരുന്നു. മതനിരപേക്ഷവാദിയായിരുന്നു ഗാന്ധി എന്നുള്ളത് കൊണ്ടാണല്ലോ ഗോറയെപ്പോലുള്ള നിരീശ്വരവാദികൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നത്. നാരായണ ഗുരു നല്ല മതവിശ്വാസിയല്ല, നല്ല ദൈവവിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം അതേസമയം മതസൗഹാർദ്ദവാദിയായിരുന്നു. അതേസമയം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് തൻ്റെ വിശ്വപ്രസിദ്ധമായ സൂക്തത്തെ തന്നെ തിരുത്തിയ സഹോദരൻ അയ്യപ്പനെ ഏറ്റവും വലിയ ശിഷ്യനായിട്ട് കൂടെ കൊണ്ടു നടന്നിരുന്ന ആളുമായിരുന്നു. അപ്പോൾ ചരിത്രപരമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വെറുതെ വാചകം കൊണ്ട് പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. മതസൗഹാർദ്ദം ഇല്ലാത്ത മതനിരപേക്ഷതയില്ല, മതനിരപേക്ഷത ഇല്ലാത്ത മതസൗഹാർദ്ദവും ഇല്ല, സാധ്യമല്ല. അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ JR പത്മകുമാർ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മതസൗഹാർദ്ദം പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി ശബരിമലയെ മാറ്റുന്നതിലാണ് ഇവിടുത്തെ വർഗീയവാദികൾക്ക് ആശങ്ക ഉള്ളത്. ആ ആശങ്കയാണ് JR പത്മകുമാർ വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ വിശ്വാസികൾ പോവുക എന്നൊക്കെ പറഞ്ഞു, ഒരാൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? കുറി തൊട്ടിട്ടോ കുറി തൊടാത്തത് കൊണ്ടോ ആണോ? അല്ലെങ്കിൽ കറുത്ത മുണ്ടുകൊടുത്താൽ എല്ലാവരും വിശ്വാസികളാകുമോ? ഞാൻ എത്ര അവിശ്വാസികളെ വേണമെങ്കിൽ കറുത്ത മുണ്ടുകൊടുത്തവരെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പോൾ കാവി ധരിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ള ആളുകളിലും ഉണ്ട് അങ്ങനത്തെ ആളുകൾ. ഇതൊക്കെ എങ്ങനെയാണ് അളന്നു നോക്കുന്നത്? ഇതൊക്കെ അളക്കാനുള്ള കഴിവ് ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതൊരു സംഘടനയ്ക്കൊന്നും രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് എതിർപ്പുള്ളത്. അദ്ദേഹം മനസ്സിലാക്കാതെ പറഞ്ഞു. ഈ മഹാത്മാഗാന്ധിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും, വക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് അന്ന് കോൺഗ്രസ് അതിൽ സമരത്തിലുണ്ടായിരുന്ന മുൻനിര നേതാക്കന്മാർ, ഹിന്ദു നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് ബാരിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞ ആൾ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ അന്ന് ഹരിജനിൽ മഹാത്മാഗാന്ധി എഴുതി, ബാരിസ്റ്റർ ജോർജ് ഇതിൽ ഇടപെടണ്ട, ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നമാണ്, അയിത്തവും അനാചാരവും അത് മാറ്റേണ്ടത് ഹിന്ദു സമൂഹത്തിൻ്റെ അവരുടെ ഇടയിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള സഹായം ചെയ്തു കൊടുത്താൽ മതി, നിങ്ങൾ ഇടപെടേണ്ട, ഫ്രണ്ടിൽ നിന്ന് നയിക്കേണ്ട എന്ന് മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം.
നോക്കണം. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റു മതങ്ങളുടെ ഇടയിലുള്ള അനാചാരങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ ഈ അവരുടെ മതം അല്ലാതെ വേറെ മതങ്ങൾ ഇതിൽ ഇടപെട്ടാൽ അവരുടെ മതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അന്ന് ഹരിജനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം. രണ്ട്, അതുകൊണ്ട് ഇതുമായി അതിനെ കമ്പയർ ചെയ്യേണ്ടത് താങ്കൾ പറഞ്ഞതിന് മറുപടിയാണ്. പിന്നെ ഇവിടെ ഒരു ദേവസ്വം നിയമമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ദേവസ്വം ഞാൻ കാണിക്കും. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2 ഇതിൽ ആരൊക്കെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാമിജി ഒന്ന് നോക്കണം. ഞാൻ അതിൽ ആരൊക്കെ കയറണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ വിശ്വാസം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ 7ാമത്തെ പറയുന്നത്, ഇഫ് ദ ചീഫ് ഓഫീസർ ഹാസ് റീസണബിൾ ഡൗട്ട് ദാറ്റ് എ പേഴ്സൺ എൻറ്ററിംഗ് ദി ടെമ്പിൾ ഈസ് എ നോൺ ഹിന്ദു, ഹി മേ റിക്വയർ ദാറ്റ് ദി person to give a declaration in writing to following effect in a register to be kept for the purpose, and the person shall be found to give the declaration. ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, കുമ്മന രാജശേഖരൻ ഉണ്ടാക്കിയതല്ല, ട്രാവൻകൂർ ദേവസ്വം മാനുവലാണ് പഴയ. അപ്പം ഇതൊക്കെ നിലവിലുണ്ട്. അപ്പൊ വിശ്വാസം ആരാണ് എന്താണ് എന്ന് ആരാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വറിന് പറയാനുള്ളത് കൂടി പെട്ടെന്ന്. അല്ല, പെട്ടെന്ന് ഒരു വരി കൂടി. ജലീൽ സാർ അവിടെ കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആര് വിശ്വാസിയല്ല എന്ന് ചോദിച്ചല്ലോ. ശബരിമല ഹിന്ദു ക്ഷേത്രമല്ല എന്ന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് LDF സർക്കാരാണ്. ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊരു 10 വർഷം മുമ്പ് വരെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ എന്തായാലും അവർ പറയുന്ന അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അത്തരം കള്ളങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്ന് ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ BJPക്കും RSSനും അത് വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ള പേടി കൊണ്ടാണ് അവർ പറയാത്തതെന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ ഏതെങ്കിലും രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വം അടിസ്ഥാനപ്പെടുന്ന പാർട്ടികൾ നടത്തിയാൽ ഒരുപാട് അസഹിഷ്ണുതയോടെ കാണണ്ട. ജലീൽ സാർ അല്ല പ്രശ്നം. ജലീൽ സാറിന് അപ്പുറം വിശ്വാസമില്ലായ്മ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ജലീൽ സാറിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. വിശ്വാസികളില്ലാത്ത ഒരുപാട് പേര് ഇതിൽ പലപ്പോഴും ഇടപെടുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം ഇടപെടാൻ പലർക്കും താല്പര്യം ഉണ്ടെന്ന വസ്തുത മറക്കാതെ. ഞാൻ തിരികെ എത്താം സ്വാമി. അതിന്റെ മറുപടിയിലേക്ക് ശ്രീ JR പത്മകുമാർ പറഞ്ഞ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ എന്നുള്ള ഒരു ദേവസ്വം മാനുവൽ നിലവിലുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് ദേവസ്വം മാനുവൽ നിയമപരമായിട്ട് നിർണയിച്ചിട്ടുള്ള ഹിന്ദുക്കളിൽ എത്ര പേർ 1936 മുമ്പ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാവുന്ന ഹിന്ദുക്കൾ ആയിരുന്നു? ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കലാണ് ഒരു ഹിന്ദുവിനെ ഹിന്ദുവാക്കുന്നത് എങ്കിൽ എത്ര പേർക്ക് ഇവിടെ അങ്ങനെ ഒരു ഹിന്ദുത്വം ഉണ്ടായിരുന്നു എന്ന കാര്യം ചരിത്രപരമായിട്ട് പറയണം. പിന്നെ മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ എടുത്ത നിലപാട് അത് ശരി തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിവിടെ പറഞ്ഞത് അതല്ല. യേശുദാസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഹിന്ദു ആയിട്ടില്ല. ആര്യ സമാജത്തിൽ പോയി ഏതെങ്കിലും അഗ്നിഹോത്രം നടത്തി ഹിന്ദു ആയിട്ടില്ല. പക്ഷെ അദ്ദേഹം ശബരിമലയിൽ പോകുന്നുണ്ട്, മൂകാംബികയിൽ പോകുന്നുണ്ട്. മൂകാംബികയിൽ പോയാൽ ദേവചൈതന്യം കുറയില്ല. ഗുരുവായൂരിൽ അദ്ദേഹം കയറിയാൽ ഉടനെ ദേവചൈതന്യം പോവും. ഇതൊക്കെ നിശ്ചയിക്കുന്നത് അതാത് പ്രദേശങ്ങളിലെ യാഥാസ്ഥിതികത്വമാണ്. അതിന് വെറുതെ ഹിന്ദു എന്നുള്ളൊരു പേരിടുകയാണ്. ഈ യാഥാസ്ഥിതിക മാടമ്പിമാർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിയമിക്കുന്നതുമാണ് നിയമം. അതിനെ ഒരു ജനകീയ സർക്കാർ ചിലപ്പോൾ മാറ്റം വരുത്താൻ ശ്രമിച്ചു എന്ന് വരും. സർക്കാരിൻ്റെ അത്തരം മാറ്റം വരുത്തലുകളുടെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോഴിയറവ് ഉണ്ടായിരുന്നു. കോഴിയറവ് നിരോധിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു സ്വാമി ഭൂമാനന്ദ തീർത്ഥ അവിടുത്തെ തെറിപ്പാട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞ് വലിയ ജാഥ നടത്തി. അതുപോലെ എളവൂർ തൂക്കം നിരോധിച്ചു. ഇതൊക്കെ നിരോധിച്ചത് ഒരു ജനകീയ സർക്കാരുകൾ തന്നെയാണ്. ഞാൻ തിരികെത്താം. ശ്രീ സജീഷ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ ജലീലല്ല പ്രശ്നം. ഇത്തരത്തിൽ മതേതരവാദം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരം നിലപാട് എടുക്കുന്നവർ എന്തുകൊണ്ട് ഇങ്ങനെ ശബരിമല പോലെയുള്ള അമ്പലങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഈ വിധത്തിലുള്ളൊരു വിവാദത്തിന് അടിസ്ഥാനം ഒരുക്കുന്നു? ഇത്തരം നിലപാടുകൾ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുക അതൊട്ടേയുള്ള വിവാദങ്ങൾ നിരവധിയാണ്. ഇത്തരം വിഷയങ്ങളിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇങ്ങനെ ചില നിലപാടുകൾ എടുക്കുന്നത് എന്നാണ് ഇവിടെ ആരോപണം ഉയരുന്നത്. ശ്രീ സജീഷ്. അതായത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാർ അദ്ദേഹം സൂചിപ്പിക്കുന്ന സമയത്ത്
സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ സഖാവിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറയുകയുണ്ടായി. എനിക്കിത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ലെനിൻ്റെ ഒരു പഴയ കഥയാണ്. ലെനിൻ വളരെ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തി. അപ്പോൾ ആ കുട്ടി ലെനിനോട് ആവശ്യപ്പെടുന്നത് തൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ലെനിൻ ഉടൻ തന്നെ ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി ആ കുട്ടിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് ലെനിൻ നൽകിയ മറുപടി ആ കുട്ടിയുടെ ദൈന്യത, ആ ദൈന്യതയ്ക്ക് മുന്നിൽ എൻ്റെ ഏറ്റവും വലിയ കടമ ആ ആഗ്രഹ പൂർത്തീകരണമാണ്. അതുപോലെ വിശ്വാസികളായ ആളുകൾ അമ്പലത്തിലേക്കോ മറ്റ് ആരാധനാലയങ്ങളിലേക്കോ എല്ലാം വരുമ്പോൾ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക എന്ന കടമ ഭരണാധികാരികൾക്കുണ്ട്, മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അവർ ആ കടമയാണ് നിർവഹിക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ KT ജലീൽ മിനിസ്റ്റർ മാത്രമല്ല, അദ്ദേഹം മാത്രമല്ല, മറ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടെ എല്ലാവരുമുണ്ട്. പക്ഷേ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരികയും കേരളീയ പൊതുസമൂഹത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കണമെന്ന താല്പര്യത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുകയും ചെയ്യുന്നതിൻ്റെ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കേണ്ട ഒരു കടമയാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത്. അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ കാലാകാലങ്ങളായി കണ്ടിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിലും അത് ഒന്നുകൂടി ശക്തമാകുന്നു. അതായത് CPM-നെയും വിശ്വാസത്തെയും രണ്ട് തട്ടിലാക്കി നിർത്തിക്കൊണ്ട് ഇതിനിടയിൽ നിന്ന് ഇതിനെ ഈ വിധത്തിൽ ആളുകൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം, അതാണ് ഇന്ന് ജലീൽ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇത് വളരെ കൃത്യമായിട്ട് ഇത്തരം വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് ഷടിക്കുന്ന, അതിന് അവർക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, പക്ഷേ രാഷ്ട്രീയ താല്പര്യം ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യം ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ്. ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ആ ആളുകൾക്കുള്ള മുഴുവൻ ആ പാർട്ടിയുടെ മുഴുവൻ അഭിപ്രായമായിട്ടൊന്നും ഞാൻ കരുതുന്നുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഹിന്ദുക്കളെ മാത്രം കയറി ചൊറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തോ ഭയങ്കര താല്പര്യമാണെന്നൊക്കെ പലർക്കും താല്പര്യം രാഹുൽ പറയുന്നുണ്ട്. ഹിന്ദുക്കളെ മാത്രമൊന്നല്ല. അപ്പം മലബാറിൽ രാഹുലിന് വന്നതല്ല അറിയാം. മലബാറിൽ സുമാനാർക്ക് തുല്യമാണ് AP അബൂബക്കർ മുസ്ലിയാർ. AP അബൂബക്കർ മുസ്ലിയാർ പ്രവാചകൻ്റെ മുടി കൊണ്ടുവന്ന് അവിടെ പള്ളി പണിയാൻ തുടങ്ങിയ സമയത്ത് പിണറായി വിജയൻ തന്നെ പറഞ്ഞത് ബോഡി വേസ്റ്റ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം കാര്യങ്ങൾ നിലപാടുണ്ട്. അതാത് കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് പറയേണ്ടടുത്ത് കമ്മ്യൂണിസ്റ്റുകാരും വളരെ കൃത്യമായി പറയും. പിന്നെ ഹിന്ദു വിഷയങ്ങളിൽ ഒരുപക്ഷെ കൂടുതലായി ഇടപെടുന്ന തോന്നലുണ്ടാകുന്നത് ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായ സ്വത്തുകൾ, ദേവസ്വം ക്ഷേത്രങ്ങളെല്ലാം തന്നെ ദേവസ്വം സ്വത്തുകളായി മാറിയ സമയത്ത് സ്വാഭാവിക ഗവൺമെൻറ് ഇടപെടേണ്ട ഒരുപാട് മേഖല വരുന്നു. അതുപോലെ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. അപ്പം പക്ഷേ കൂടുതൽ എന്തുകൊണ്ടാണ് മാരുതി കാറുകൾ കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നു? എന്തുകൊണ്ടാണ് മാരുതി കാറുകൾ കൂടുതലുണ്ട്? എന്തുകൊണ്ടാണ് മിഗ് വിമാനങ്ങൾ കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്? നമ്മളെ വ്യോമസേന ഇന്ന് കൂടുതൽ മിഗ് വിമാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യം. പിന്നെ രണ്ടാമത് രാഹുൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തോ മതേതരത്വം മതസൗഹാർദ്ദം. രാഹുലിന് വ്യത്യസ്തമായ വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഞാൻ അതിനൊരു കുഴപ്പവും കാണുന്നില്ല. പക്ഷേ മതേതരത്വവും മതസൗഹാർദ്ദം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ രാഹുലിൻ്റെ ഈ ആർഗ്യുമെന്റ് ഞാൻ യോജിക്കുകയാണ്. ഇത് ശബരിമല നമ്മളെ മതേതരത്വത്തിൻ്റെ കേന്ദ്രമായിട്ടും കാണാം, മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്. പക്ഷേ മതേതരത്വത്തെ എന്തോ ഭയങ്കര നെഗറ്റീവായാണ്, മോശമായ കാര്യം ചിത്രീകരിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടൊരു ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമാണ്. അത് രാഹുൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ രാഹുലിൻ്റെ ഉദ്ദേശം എന്താണെന്നായിരുന്നു എനിക്ക് സംശയമുണ്ട്. മതേതരത്വം ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് സർവ്വധർമ്മ സമഭാവന എന്ന് പറഞ്ഞുകൊണ്ട് എന്ന സങ്കല്പമാണ്. അല്ലെങ്കിൽ യൂറോപ്യന്മാർ പറയുന്ന മതത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. എല്ലാ മതങ്ങളെയും അതിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിപ്പോൾ എനിക്കൊരു പ്രത്യേക മതത്തിൽ വിശ്വാസമില്ല, ഞാൻ ആ പള്ളിയിൽ അമ്പലത്തിലൊന്നും പോകണ്ട. പക്ഷേ അതിനെ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള വിവിധ വശങ്ങളെ എനിക്ക് വേണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഞാൻ മനസ്സിലാക്കിയെടുത്താൽ കമ്മ്യൂണിസ്റ്റുകാരെ മുന്നോട്ട് EMS എല്ലാം മുന്നോട്ട് വെച്ചത്. EMS പൂർണ്ണ മുമ്പ് സ്വീകരിക്കാൻ ഭാര്യയുടെ കൂടെ പോയിട്ടുണ്ട്. ആ ഭാര്യയുടെ സെൻസിബിലിറ്റി അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത്. അതല്ലാണ്ട് യൂറോപ്പിലുള്ള വീക്ഷണമല്ല ഇടതുപക്ഷം കേരളത്തിലാണ് ഇവിടെയുള്ള സെക്യുലറിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് സെക്യുലറിസം എന്നുള്ള വാക്കിന് നേരെ യൂറോപ്പുമായി കെട്ടി ഇവിടെ നമ്മുടെ നാട്ടിന് അന്യമായതെന്തോ ആണ് എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. സ്വാമി വിശ്വഭദ്രൻ, എന്താ താങ്കളെന്തോ പറയാനുണ്ട് എന്ന്? ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ ശബരിമല ബുദ്ധ ക്ഷേത്രമായിരുന്നു, ക്ഷേത്രം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്, വിഹാരമായിരുന്നു എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാർ പടച്ചുണ്ടാക്കിയ ഒരു നുണയാണ് എന്നുള്ളത് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ അജ്ഞതയെ ഞാൻ നമസ്കരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ലളിതമായൊരു ചോദ്യം ചോദിക്കുകയാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ശബ്ദം ഏത് ഹൈന്ദവ പ്രാമാണിക ഗ്രന്ഥങ്ങളിലാണുള്ളത്? ഞാൻ അത്യാവശ്യം തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രവും അതുപോലെ വേദാന്തമൊക്കെ നോക്കുന്ന ഒരാളാണ്. പഠിച്ചു കഴിഞ്ഞ ആളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് പാരാവാരം പോലെയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പോലും പറഞ്ഞിട്ടുള്ളത് എനിക്കിത് പഠിച്ചു കഴിയില്ല എന്നാണ്. അപ്പോൾ ഞാനത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള യാതൊരു
എന്താ പറയുക അഹങ്കാരം ഇല്ലാതെ വിനീതമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ശബ്ദം ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഭൂതനാഥ സർവസ്വം എന്നൊന്നും പറയരുത്. എന്റെ മറുപടി ശ്രീ രാഹുൽ ഈശ്വർ, അതിന് മറുപടി സ്വാമി ഇത്രയും നേരം പറഞ്ഞ് വളരെ നന്നായിരുന്നു. ചർച്ച കേൾക്കുന്ന ഒരാൾക്ക് ഇതുവരെ നിങ്ങളുടെ ഭാഗം ജയിക്കും എന്നൊരു ധാരണയുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ചോദ്യം ഇട്ട് തന്നത് വളരെ സന്തോഷമായി. അയ്യപ്പൻ എന്നല്ല അദ്ദേഹത്തിന്റെ പേര് മണികണ്ഠൻ എന്നാണ്. അയ്യൻ എന്നാൽ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്, അപ്പൻ എന്നാൽ ശിവനെ സൂചിപ്പിക്കുന്നതാണ്. ശൈവിസവും വൈഷ്ണവിസവും ഒന്നിപ്പിച്ച രീതി എന്ന അർത്ഥത്തിൽ അയ്യപ്പൻ എന്ന് അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിൽ അല്ലെങ്കിൽ ഫിലോസഫിയാണ്. ഇത് ഏതെങ്കിലും ഗ്രന്ഥ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. ധർമ്മശാസ്താവിന്റെ അവതാരമായി തന്ത്രിമാർ സ്വീകരിച്ചെടുത്ത ധ്യാന ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ് അയ്യപ്പൻ. ഇത് തന്നെയാണ് ഞങ്ങൾ സാധാരണ ഹിന്ദുക്കൾ പേടിക്കുന്നത്. കാവിയിട്ട ഏതെങ്കിലും വ്യക്തി അവരുടേതായ തത്വചിന്തകളും അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളും വെച്ച് ഇതൊന്നും ഹൈന്ദവമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ സങ്കോചങ്ങളാണ് പലപ്പോഴും ഹിന്ദു വലതുപക്ഷ സംഘടനയിൽ നിന്ന് വരുന്നത്. അയ്യപ്പൻ ഏത് ഹിന്ദു പുസ്തകത്തിലാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. ഇത്തരത്തിൽ അയ്യപ്പനെ അഹിന്ദുവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ബൈബിളോ മുസ്ലിമിന് ഖുറാനോ പോലുള്ളൊരു മതമല്ല, അതൊരു ജീവിത രീതിയാണ്, കൾച്ചറൽ നാഷണലിസമാണ്. സുപ്രീം കോടതി സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത ധാരകളാണ്. അതിൽ ഏറ്റവും പ്രധാന ധാരയായി നിന്ന 1000 വർഷം മുമ്പ് AD 1100 ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മണികണ്ഠനായി പറഞ്ഞ സ്വാമി അയ്യപ്പനെ അഹിന്ദുവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ മുതൽ ശ്രീനാരായണ ഗുരുദേവനെ അഹിന്ദുവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ, ഇതാണ് ഹിന്ദു സമൂഹത്തിൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നത്. എന്തായാലും ആ പോയിന്റ് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇനി അയ്യപ്പൻ ഹിന്ദു അല്ല എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സംഘടനകൾക്ക് തിരിച്ചു പ്രതിഷേധിക്കാൻ നല്ലൊരു കാരണം കൂടെ അങ്ങ് കൊടുക്കുകയായിരിക്കും. സ്വാമിയുടെ മറുപടിയിലേക്ക് വളരെ വേഗം എത്താം. വളരെ വേഗം ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. നമ്മളുടെ വിഷയം ഇതല്ലാത്തത് കൊണ്ട് തന്നെ വളരെ വേഗം സ്വാമിയുടെ മറുപടി പറഞ്ഞ് ഒരു സെന്റൻസിൽ പറഞ്ഞ് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് പോവാം. അല്ല സൗമ്യ, അത് ഇതിൽ വലിയ മറുപടിയൊന്നും അർഹിക്കുന്നില്ല. ഞാൻ രാഹുൽ ഈശ്വറിനോടൊരു കാര്യം പറയാണ്. ഞാൻ ജയിക്കാൻ വേണ്ടി സംസാരിക്കാറില്ല, തോൽക്കാൻ വേണ്ടിയും സംസാരിക്കാറില്ല, മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടിയേ സംസാരിക്കാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ പറഞ്ഞത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു വ്യവഹാരത്തിൽ ആ പദം ഇരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ഹിന്ദു എന്ന പദം ഉപയോഗിക്കുന്നതാണ്. ഭാരതീയമായിട്ടുള്ള ധർമ്മഗ്രന്ഥങ്ങളിലൊന്നും ഈ ശബ്ദമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, അയ്യപ്പ എന്ന് പറയുന്ന ശബ്ദം വജ്രയാന ബുദ്ധമതത്തിൻ്റെ ഒരുപാട് ടെക്സ്റ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. വജ്രയാന ബുദ്ധമതമൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കയറുന്നവൻ ഹിന്ദു, ക്ഷേത്രങ്ങളിൽ കയറാവുന്നവൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ 1936 മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചരിത്രപരമായ വസ്തുതയാണ്. നാരായണ ഗുരുവിനെ ആരും ഇവിടെ അഹൈന്ദവനാക്കിയിട്ടില്ല. നാരായണ ഗുരു തന്നെ പറഞ്ഞു, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന് വെച്ചാൽ, ഈഴവർക്ക് അല്ലെങ്കിൽ ജാതിയിൽ താന്നവർക്ക് സന്യാസം കൊടുക്കുന്ന ഒരു പാരമ്പര്യം ശങ്കരാചാര്യർ എന്ന് പറയുന്ന ബ്രാഹ്മണൻ സ്ഥാപിച്ച ദശനാമി സമ്പ്രദായ പ്രകാരം ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നാരായണ ഗുരു അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകരുത്. നേരത്തെ സ്വാമി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. അതായത് ഒരു കാലഘട്ടത്തിൽ പലർക്കും ക്ഷേത്രങ്ങളിൽ കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് ഇത്രയേറെ മുന്നോട്ട് കാലം പോയത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു മാനുവലിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ന്യായീകരിച്ച് പറയേണ്ടി വരുന്നത്. അതിനും കുറച്ചുകൂടി പുരോഗമനത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതിൻ്റെ കാലഘട്ടം ആയിട്ടില്ലേ? അല്ലല്ല, ഇത് ആരെങ്കിലും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി പ്രചരണം നടത്തുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ കാര്യം, ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് അവർക്ക് വേണ്ടിയിട്ട് അവരെ ഇതിനകത്ത് കയറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയത് അല്ലെങ്കിൽ സമരം നടത്തിയത് അന്ന് ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമുള്ള ആളുകളായിരുന്നു.
ആരും ധരിക്കരുത്. അതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. അന്ന് സവർണനും അവർണൻ്റെ അവകാശത്തിന് വേണ്ടി സവർണനും അവർണനും കൂടി ഒരുമിച്ച് ചേർന്നുള്ള പോരാട്ടം, ഒരു പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അന്ന് ക്ഷേത്രത്തിൽ കയറാൻ അവകാശം കിട്ടിയവരെല്ലാം വലിയ മോശക്കാരാണ്, അല്ല അവരാണ് ഇതിനെ എതിർക്കുന്നതെന്ന് കരുതുന്നത് ശരിയല്ല. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അവർണൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സവർണനും അവർണനും കൂടി ഒരുമിച്ച് ചേർന്നുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത്. അല്ലല്ല അവർണനെയും സവർണനെയും രണ്ടാക്കി മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം അല്ല. അങ്ങനെ അല്ല ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായത്. പക്ഷേ അല്ല, അങ്ങനെ ഒരു വലിയ പോരാട്ടങ്ങൾ പലതും നടത്തി രണ്ടാക്കി നിർത്തിക്കൊണ്ടാണ് സമരത്തിൽ പങ്കെടുത്തെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹൈന്ദവ സമുദായം അല്ലല്ല, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭക്തദീൻ പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിൽ കയറാൻ അവകാശമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും ഏതാണ് ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. പണ്ട് കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരായി പരിവർത്തനം ഉണ്ടായതും ആ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. ആ സമുദായം അതല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടു നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചോണ്ടല്ല. ചേട്ടാ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ സമുദായത്തിനുള്ളിൽ തന്നെയാണ്. ഇപ്പൊ രാജാറാം മോഹൻ്റെ ഒന്നാം തരം മരിക്കുന്നവരെ നമ്മൾ വിചാരിക്കാന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാലഘട്ടം പൂണൂല് വലിച്ചു തന്നതാണ്. മരിക്കുന്നവരെ പൂണൂല് ഇട്ട് കിടന്ന ആളായിരുന്നു. അദ്ദേഹം മതത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് ചില ഘട്ടങ്ങളെല്ലാം. അതേ മതത്തിനുള്ളിൽ തന്നെ, ആ മതത്തിനുള്ളിൽ തന്നെയാണ് വേണ്ടതും. ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണ്. അത് ഹിന്ദു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്തു മതത്തിലാണെങ്കിലും അത് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള കുടുംബത്തിൽ വന്ന ആളുകൾ തന്നെയാണ് ഈ അവർണന് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയം തന്നെ ഈ ക്ഷേത്രത്തിനും മറ്റും കയറ്റാതിരുന്നത്, അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നത് അതാത് സമുദായത്തെ പ്രമാണികളായിട്ടുള്ള സവർണരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു. അവർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തത്. അത് ഉന്നതമായ മനുഷ്യത്തെ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മളിങ്ങനെ ഡിവിഷനൊന്നും കാണേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഇപ്പോൾ എത്ര ശതമാനം ആളുകൾ ആ സൈഡിൽ നിന്നും എത്ര ശതമാനം ആളുകൾ ഈ സൈഡിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. അന്ന് ഈ കാര്യത്തിൽ ആരും സെൻസസും നടത്തിയിട്ടില്ല. പക്ഷേ പൊതുവെ അന്നത്തെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബോധ്യമുള്ള മനുഷ്യത്തെ ബഹുമാനിക്കുന്ന സവർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആളുകളും താഴെ തട്ടിൽ നിന്ന് ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നാരായണ ഗുരുവിനെ പോലുള്ള ആളുകളും, നാരായണ ഗുരുവിന് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, പോലുള്ള ആളുകളും വരികയും ആ ഒരു നല്ല ഒരുപാട് മനുഷ്യരുടെ പ്രോഗ്രസീവായ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് സത്യകാരികൾ പറഞ്ഞു തരാം. ഇത് അന്നും സവർണ വിഭാഗത്തിലുള്ള ആളുകൾ ഈ അവർണരുടെ അവകാശത്തിന് വേണ്ടി എന്നുള്ള ഒരു ചെറിയ ഉദാഹരണം, കറുകച്ചാലിൽ ഗവൺമെന്റിൽ നിന്ന് ഒരു എത്ര ഏക്കർ ഭൂമി വേണമെന്ന് പറഞ്ഞ് NSS അന്ന് മന്നത്ത് പത്മനാഭൻ ഒരു കത്ത് ഗവൺമെന്റിന് കൊടുത്ത് ഭൂമി അനുവദിച്ച് കിട്ടാൻ പറഞ്ഞപ്പോൾ അന്ന് കൊടുത്താൽ പറഞ്ഞ ഒരു ആവശ്യമായിട്ട് പറഞ്ഞത്, എൻ്റെ പുലയ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു LP സ്കൂൾ വേണം, അതിന് സ്ഥലം വേണം. ഇന്നും ആ സ്കൂളുണ്ട് അവിടെ. ഇതന്നെ ഞാൻ ഇപ്പം മന്നത്തിനെ പോലെയുള്ള ആളുകൾ അവരെല്ലാം തന്നെ ആ സമുദായത്തിൽ മനുഷ്യനെയാണ്, ജാതിയെക്കാടും മതത്തെക്കാടും മനുഷ്യനെ കണ്ട ആളുകളാണ്. അവരാണ് ഇത് പറഞ്ഞത്. അതേസമയം തന്നെ പള്ളിയിൽ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ അടിച്ചോടിച്ച മാടമ്പികളുണ്ടായിരുന്നു. അവരും സവർണരായിരുന്നു. കാരണം അവർണർ പിന്നെ ഒരു പരിധി കൂടുതൽ അവർ ക്ഷേത്രത്തിന് അടുത്ത് അന്ന് വരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സവർണർ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല, സവർണർ തന്നെ ചെയ്തത്. പക്ഷേ പ്രോഗ്രസീവ് ആയിട്ടുള്ള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചുള്ള വിവേകാനന്ദ സ്വാമിജിയെ പോലെയുള്ള, നാരായണ ഗുരുവിനെ പോലെയുള്ള, AKജിയെ പോലെയുള്ള സവർണരൊക്കെ തന്നെയാണ്. അതിലൂടെ അവർണരുണ്ടായിരുന്നു. സജീഷ്, ഇവിടെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPM നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ നിരവധിയായി കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിലുള്ള ഇടപെടലുകളായാലും ദേവസ്വം ബോർഡിന്റെ വിഷയങ്ങളിലായാലും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ജലീലിൽ എത്തി നിൽക്കുന്ന ഈ ഒരു വിവാദം ഇവിടെ CPMനെതിരെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കാരിനെതിരെ എളുപ്പം വിവാദം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി മറുഭാഗം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നം കൂടിയാണോ ഇത്? അതായത് ഹലോ പറഞ്ഞോളൂ. കേൾക്കാമോ? ഹലോ, കേൾക്കാം. സജീഷ് തുടർന്നോളൂ. അതായത് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റ് ആചാരാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഐതിഹ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും അയ്യപ്പൻ എന്ന സങ്കല്പത്തിനകത്ത് ബാബർ സ്വാമി കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം, അയ്യപ്പനെ പന്തളം രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ബാബർ സ്വാമി, ആ സ്വാമിയെ എങ്ങനെ ബാബറെ എങ്ങനെ കീഴ്പ്പെടുത്തുമെന്ന് വന്നപ്പോൾ അപ്പോഴാണ് അയ്യപ്പൻ മണികണ്ഠൻ ആ യുദ്ധം ഏറ്റെടുക്കുകയും വലിയ പടയുണ്ടായിരുന്ന ബാബറെ തോൽപ്പിക്കുകയും തോൽപ്പിച്ച് കീഴടങ്ങിയ ബാബർ അയ്യപ്പൻ്റെ ഭക്തനായി മാറുകയാണ്. അത് സാഹോദര്യം കൊണ്ടാണ്, അയ്യപ്പൻ കാണിച്ച സാഹോദര്യമാണ്. ആ സാഹോദര്യത്തിൻ്റെ ഒരു മൂല്യത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന സംവിധാനത്തെ വർഗീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രതീകമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. RSSനും BJPക്കും അജണ്ടയുണ്ട്. മതനിരപേക്ഷമായി ആരാധനാലയങ്ങളൊന്നും മാറുന്നത് RSSനും BJPക്കും മറ്റ് വർഗീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും സഹിക്കാവുന്നതല്ല. കാരണം അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റണം, അവിടെ ശാഖ നടത്തണം, ആയുധ പരിശീലനം നടത്തണം, അതിനുള്ള സംവിധാനം ഉണ്ടാവണം. അതുകൊണ്ട് മറ്റാരും ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം തന്നെ സ്വന്തം ശത്രുവായി വന്ന ആളെ സാഹോദര്യത്തോടെ സ്വീകരിച്ച്
സാഹോദര്യത്തിൻ്റെ മൂല്യം കാട്ടിക്കൊടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്താക്കി മാറ്റി, ശിഷ്യനാക്കി മാറ്റിയ പ്രതീകമുണ്ട്. ആ പ്രതീകത്തെയാണ് മലയാളികളും വിശ്വാസികളും സ്വീകരിക്കുന്നത്. നേരെ മറിച്ചുള്ള അസഹിഷ്ണുതയുടെ പ്രതീകത്തെയല്ല. പകരം അതൊക്കെ പോട്ടെ, അദ്ദേഹം RSSന്റെ ഈ പറഞ്ഞ സഹിഷ്ണുത നിങ്ങൾക്ക് പാർട്ടിക്കാർക്ക് അന്യ പാർട്ടിക്കാരോടും തോന്നാൻ കഴിയുന്നില്ലല്ലോ. ഈ ഹിന്ദുവിൻ്റെ ഇപ്പോൾ സ്വാമി അയ്യപ്പൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പറഞ്ഞല്ലോ. ഈ സഹിഷ്ണുത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് തോന്നാത്തത് എന്താ അന്യ പാർട്ടിക്കാരോട്? അപ്പൊ ഈ പറയുമ്പോ പ്രചരിപ്പിക്കുമ്പോ ഒക്കെ കൊള്ളാം. നന്നായിട്ട് പറയാം. കോടതി വെറുതെ വിട്ട ആളിനെ പോലും ഓടിച്ചിട്ട് അദ്ദേഹം RSSന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയാം. ഞാൻ RSSന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞോണ്ട് പാർട്ടിക്കാരനോട് സഹിഷ്ണുത കാണിക്കണ്ടേ, അന്യ പാർട്ടിക്കാരോട് അപ്പച്ചേട്ട എല്ലാ സമയത്തും പറയുന്ന അപ്പച്ചേട്ട വന്നു പപ്പച്ചേട്ട ആ TP കൂടി ഒന്ന് വന്നേക്ക്. ഇങ്ങനെ എന്ത് പറയാം അപ്പച്ചേട്ട അടുത്ത് TP കൂടി സഹിഷ്ണുത അയ്യപ്പനുണ്ടായ സഹിഷ്ണുത RSSന് വേണം, BJPക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി, RSS CPM തർക്കത്തിലേക്ക് പോകുന്നില്ല. ഞാൻ രണ്ട് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല. പക്ഷേ 1980കളുടെ അവസാനം വരെ ശബരിമല ബുദ്ധക്ഷേത്രമാണ്, ബുദ്ധവിഹാരമാണ്, ഹിന്ദുക്കൾ കൈയടക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഇന്ന് ബുദ്ധന്റെ ഭൂ ശബ്ദം പോലും ഉച്ചരിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നത് സ്വാഗതാർഹമാണ്. ഇതൊരു യഥാർത്ഥ പുരോഗമന കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ DYFIയുടെ സമ്മേളന വേദികളിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി അയ്യപ്പസ്വാമി വരുമെന്നും അയ്യപ്പൻ ഭാരതത്തിന്റെ മതേതരത്തിന്റെ ചിഹ്നമാണെന്ന് പറഞ്ഞ് CPM അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നും ഇന്ന് ശ്രീനാരായണ ഗുരുവിനെയും വിവേകാനന്ദനെയും ചട്ടമ്പി സ്വാമിയെയും അയ്യങ്കാളിയെയും ഒക്കെ സ്വീകരിച്ചതുപോലെ അയ്യപ്പസ്വാമിയുടെ ഫ്ലെക്സുകൾ DYFIയുടെ വേദിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ പത്മകുമാർ കാണിച്ച മാനുവൽ ഒന്നും ഉണ്ടാകില്ല എന്ന് കൂടി പ്രതീക്ഷിക്കാമോ? ആ വിധത്തിൽ ഇതിന്റെ രാഹുൽ പറഞ്ഞ എന്റെ വീടുണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനുവലിൽ അയ്യപ്പൻ വരികയാണെങ്കിൽ അത് കേരളത്തിന്റെ പുരോഗമനത്തിന് ഗുണമുള്ള ഒരു കാര്യം. മാനുവൽ വരുമെന്നല്ല, നേരത്തെ പറഞ്ഞതാണ്, അവർക്ക് ഇപ്പോഴേ മനസ്സിലായല്ലോ. ഞങ്ങള് മലബാർ അയ്യപ്പൻ വിളക്കുന്ന പരിപാടി ഉണ്ട്. മാലയിടുന്ന ആളുകൾ കൂടി അന്ന് ഭജനയൊക്കെ പാടുന്ന പരിപാടി. ഈ അയ്യപ്പൻ വിളക്ക് എന്റെ വീടിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ DYFIക്കാരാണ് ചെയ്യുന്നത്. അവരൊന്നും പാർട്ടി വിലക്കിയിട്ടൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങൾ പാർട്ടി ചില സംവാദങ്ങൾ, ആശയ സംവാദങ്ങൾ മുന്നോട്ട് വെക്കാറോ അല്ലെങ്കിൽ ചില ആശയ സംവാദങ്ങൾ പ്രതികരിക്കാറുണ്ട്. ഇപ്പൊ ഇന്ത്യ തന്നെ ശങ്കരനാരായണ കൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ശങ്കരനാരായണ എന്നുള്ള കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ എങ്ങനെയാണ് വന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ ഐക്കണോഗ്രാഫിയിൽ എങ്ങനെയാണ് വനമാല എന്നുള്ള സർപ്പം എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് ജൈനനും അതുപോലെ തന്നെ വിഷ്ണുവിനും ഒരുപോലെ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിത ഒരുപാട് ചർച്ചകൾ നടത്താറുണ്ട്. അത് ചിലപ്പോൾ പാർട്ടിയുടെ അനുഭാവികളോ പാർട്ടി നേതാക്കന്മാരോ അഭിപ്രായം പറഞ്ഞു തരൂ. അതൊന്നും തന്നെ പാർട്ടി ആരെയും അധിക്ഷേപിക്കുന്നതല്ല. ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഡിസ്കസിൽ രാഹുൽ തന്നെ മുന്നോട്ട് വെച്ച പാർട്ടിയിലെ അഭിപ്രായം. പാലക്കാട് പ്ലീനത്തിലെ തീരുമാനം എന്തായിരുന്നു? പാടില്ല, ചോറൂണ് പാടില്ല, പൂണൂലിടുന്ന പാടില്ല, ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്. സമയപരിമിതി കൊണ്ടാണ്. ശ്രീ വിശ്വനാഥ സ്വാമി, അവസാനമായി ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഈ നടന്ന തർക്കങ്ങളൊക്കെ താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതൊന്നും വിവാദമാകേണ്ട വിഷയമല്ല, പക്ഷേ വിവാദമായിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് നിന്ന് നമ്മളുടെ മതങ്ങൾ മാറുന്നുണ്ടോ? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. മതങ്ങൾ പ്രത്യേകിച്ച് അത് ആ വിധത്തിലൊക്കെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആ മാറ്റം ഹിന്ദുക്കൾക്കായാലും അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കായാലും ഉണ്ടാകുന്നുണ്ടോ? എല്ലാ ജീവിതം മാറുന്നുണ്ട്, മതങ്ങൾ മാറിയേ പറ്റൂ. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ സവർണരും അവർണരും തമ്മിൽ ചേർന്നിട്ടാണ് ഇവിടെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയതെന്നൊക്കെ പറഞ്ഞ് ഈ ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഹൈജാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഏത് സമുദായത്തിനകത്താണെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ച എല്ലാവരെയും ഭ്രഷ്ടരാക്കിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്വാമി ആനന്ദതീർത്ഥൻ എന്ന് പറയുന്ന ഒരു സന്യാസി അടികൊണ്ടു. അങ്ങനെ അദ്ദേഹം അടികൊള്ളാൻ എന്താ കാരണം? എല്ലാവർക്കും ഊട്ടുപുരയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് ഗുരുവായൂർ പോയിട്ട് സമരം ചെയ്തതാ കാരണം. അന്ന് അദ്ദേഹത്തെ തല്ലിയവരുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആളുകൾ, മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇന്ത്യയിൽ ഒട്ടാകെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ അവർണരും സവർണരും കൂടിയിട്ടാണ് ഇതൊക്കെ നടത്തിയതെന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ശക്തമായ വളരെ നന്ദി. ചർച്ചയിൽ സംസാരിച്ച ശ്രീ ഫക്രുദ്ദീൻ, ഒപ്പം തന്നെ ശ്രീ JR പത്മകുമാർ, രാഹുൽ ഈശ്വർ, സ്വാമി വിശ്വഭദ്രാനന്ദ, SK സജീഷ്. ഏതായാലും നിലവിലെ ഈ വിവാദങ്ങൾ സ്വാമി പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ അനാവശ്യമായ വിവാദങ്ങളാണ്. ആ വിധത്തിൽ തന്നെ ഈ വിവാദങ്ങൾ അങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ്.